വിജയാമൃതം 2024 ഒറ്റപ്പാലം NSS KPT സ്കൂളിൽ സംഘടിപ്പിച്ച SSLC, VHSC വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് വിജയാമൃതം 2024 ഉദ്ഘാടനം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് P ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക രാധിക ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AK അനീഷ് KS പുരസ്കാര സമർപ്പണം നടത്തി. വാർഡ് കൗൺസിലർ ആതിര നാരായണൻ, ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയചന്ദ്രൻ KB, MPTA പ്രസിഡന്റ് ശാന്തി P, പ്രവീൺ TK, NSS KPTA VHS ഒറ്റപ്പാലം പ്രിൻസിപ്പൽ KS രാജേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ നിലയ്ക്കും ഉയർത്തിപ്പിടിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിജയോത്സവം ഇന്നിവിടെ സംഘടിപ്പിക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾക്ക് നമ്മുടെ ഭാവി, നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇതിൽ ജോലി കിട്ടണ്ട, അല്ലെങ്കിൽ എനിക്ക് പൈസ വേണ്ടെന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ? പഠിച്ച് നിങ്ങൾ നല്ല ചെറുപ്പാന്ന് പറയാനില്ല. നിങ്ങളിപ്പോ ഒരു വിധം വയസ്സായി നിൽക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു പൊസിഷനിൽ കിട്ടണം. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിനും നിങ്ങളുടെ പേരൻസിൻ്റെയും യശസ് ഉയർത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരുടെ മുഖമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട്. SSLC കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സുകളിലൊക്കെ പോയി തുടങ്ങിയോ? ഇങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പ്രധാന അധ്യാപിക രാധിക ടീച്ചർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ A+ കിട്ടിയ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും, അതായത് SSLC ജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും ആദരിക്കുക എന്നുള്ള നല്ലൊരു തീരുമാനമാണ്. വിജയാമൃതം നിങ്ങൾ 2 മണിക്കൂറായില്ലേ? 1.5 മണിക്കൂറായി ഇവിടെ അല്ലേ? നന്നായിട്ട് ആസ്വദിച്ചോ? ലഡുവൊക്കെ കിട്ടിയോ? ഇനി എന്താ കിട്ടാൻ പോണേ? ഹയർ സ്റ്റഡീസിന് ചേർന്നോ? ഇപ്പോഴത്തെ ക്ലാസ്സില്ലല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷവും 12 വർഷമൊക്കെ നിങ്ങളുടെ ഓർമ്മകളിൽ വരുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച്, അതുപോലെ നിങ്ങൾക്കുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നല്ല മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ഒറ്റപ്പാലം NSS KPT സ്കൂളിന് വലിയൊരു പൈതൃകം, വലിയൊരു പാരമ്പര്യമുണ്ട് അല്ലേ? അതാണ് നമ്മുടെ പെരുമ എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ പോയാലും ഒറ്റപ്പാലം NSSൻ്റെ കുട്ടികളാണ് അല്ലേ? എത്ര വലുതായാലും ഒറ്റപ്പാലം NSS ആണ് നിങ്ങളുടെ ആധികാരികമായിട്ടുള്ള സ്ഥാപനം. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചാലും എവിടെ ചെന്നാലും ചോദിക്കുക, ഇതിനു മുമ്പ് എവിടെ പഠിച്ചതെന്നാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആരും ഒറ്റപ്പാലം NSS KPTനെ മറക്കരുത്. അപ്പോൾ സ്കൂളിലേക്ക് വലുതാകുമ്പോൾ കാര്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാരൊക്കെയാണ്? സ്കൂളിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഞാൻ വലുതായി കഴിഞ്ഞാൽ എനിക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടിയാൽ, നല്ല വരുമാനമൊക്കെ ഉണ്ടായാൽ സഹായിക്കുമെന്ന് മനസ്സുള്ളവർ ഒന്ന് കഴിവുകയാണ്. കുറച്ച് പേർ
KK